യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈ സായാഹ്നത്തിൽ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ നാമത്തെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താം. യേശുവെ ആരാധന, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം, യേശുവെ നന്ദി, ഹല്ലേലൂയ. ഈ ഒരു സായാഹ്നത്തിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്, കർത്താവുമായിട്ടുള്ള ഒരാത്മബന്ധം നമ്മൾ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കാറുണ്ടല്ലേ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ, ശ്രമിക്കുന്നുണ്ട് പക്ഷെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഉറക്കം വരിക, ക്ഷീണം തോന്നുക, ശാരീരികമായ ബലഹീനതകൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക, പ്രാർത്ഥിക്കുമ്പോൾ മാത്രം അനുഭവപ്പെടുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങളിലുണ്ടെങ്കിൽ, എന്നാൽ നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചു കൊള്ളുക, ഇന്ന് മുതൽ വളരെ തീക്ഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി, ആവേ മരിയ. പ്രിയപ്പെട്ടവരെ, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങൾ വചനമാണ് വായിക്കുന്നതെങ്കിൽ, ആ ബൈബിൾ എടുക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് സംസാരിക്കും, ഇന്ന് നീ ഇത് പ്രാർത്ഥിക്കേണ്ട, നാളെ പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. അല്ലെങ്കിൽ നമുക്ക് ക്ഷീണം തോന്നും, അതുവരെ ഇല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നിയേക്കാം. എന്നാൽ ഈ ബുദ്ധിമുട്ടുകളെയൊക്കെ മറികടക്കാനായിട്ടാണ് അപ്പോസ്തല പ്രവർത്തനം 1-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ തിരുവചനം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്ന്. വിശ്വസിക്കുന്നവർ വിശ്വാസത്തോടു കൂടി ഒരു ആമേൻ പറയാൻ മറക്കരുതേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വചനഭാഗം നമ്മൾ എടുക്കുമ്പോൾ, ബൈബിൾ എടുക്കുമ്പോൾ, ദൈവത്തോട് നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ പരിശുദ്ധാത്മാവിനോട് നമ്മൾ എന്ത് ചെയ്യണം? സംസാരിക്കണം, സഹായം ചോദിക്കണം. രണ്ടാമതായിട്ട്, നമുക്ക് എന്തെങ്കിലും അയോഗ്യതകളുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ അത് ക്ഷമിക്കുവാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. ബൈബിള് സ്നേഹത്തോടും വളരെ എളിമയോടും ക്ഷമയോടും കൂടി ഇത് യേശുവാണെന്ന വിശ്വാസത്തോടു കൂടി ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ട് വേണം പ്രാർത്ഥിക്കാനായിട്ട്. നിങ്ങൾ ഇന്നു മുതൽ ഇങ്ങനെയൊന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ. തീർച്ചയായിട്ടും വചനം ധ്യാനിക്കുവാനും വചനം വായിക്കുവാനും, ആ വചനം എത്ര വായിച്ചിട്ടും അതിനെ മനസ്സിലാക്കാൻ സാധിക്കാത്തവർക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. തീർച്ചയാണ് കേട്ടോ. അതുപോലെ തന്നെ യേശു കർത്താവിന് നമ്മളോടുള്ള ദൈവിക പദ്ധതി ഉണ്ടല്ലോ. ഈ ദൈവിക പദ്ധതി, ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നമ്മളോട് സംസാരിക്കാൻ ദൈവം കരുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്, കർത്താവ് സംസാരിക്കുന്നത് കൂടുതലും വചനത്തിലൂടെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിന് മാത്രമേ കർത്താവിൻ്റെ ഹൃദയത്തിലുള്ള രഹസ്യങ്ങളെ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവുമായി സമ്പർക്കം പുലർത്താത്ത അത്രയും കാലം നമ്മൾ വെറുതെ പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നമുക്ക് ദൈവത്തിൻ്റെ ഹിതത്തെ മനസ്സിലാക്കാൻ പറ്റാതെ പോകും.